എല്ലാവർക്കും നമസ്കാരം. 2026 ജൂൺ 20 ലോക യോഗ. അതിനോടനുബന്ധിച്ച് BMSന്റെ HR ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഒരു അവയർനെസ് നൽകി, യോഗയെ കുറിച്ചുള്ള ഒരു അവയർനെസ് നൽകി ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് നിങ്ങൾക്കായിട്ട് കാഴ്ച. അതിനായിട്ട് നമുക്കിവിടെ രതീഷ് ഗുരുക്കൾ നമ്മുടെ യോഗയെക്കുറിച്ച്, അല്ലെങ്കിൽ യോഗ എന്താണ്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതെങ്ങനെ ഇവോൾവ് ചെയ്തു തന്നു, ഇന്നത്തെ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ പറയുന്നതിനായിട്ട് രതീഷ് ഗുരുക്കളെ ഞാൻ ക്ഷണിക്കും. ഗുരുക്കളെ, അപ്പം എൻ്റെ ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ യോഗ എന്ന വാക്ക് അതെങ്ങനെ ഇവോൾവ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ ഈ തിരക്കേറിയ ഈ ലോകത്ത് അതിൻ്റെ പ്രസക്തി എന്താണ്, യോഗ ചെയ്യുന്നതോടുകൂടി ഒരാൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്? ഇപ്പം ഇതിനകത്ത് യോഗ വന്ന വഴി എന്നുള്ള ആ വാക്കുണ്ടായത് യുജ് എന്ന് അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കുറേ പേര് ഈ ഇൻ്റർനെറ്റൊക്കെ ലഭ്യമാണല്ലോ. അപ്പോൾ യുജ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അത് യുണൈറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ ആ സാൻസ്ക്രിറ്റ് വാക്കിൻ്റെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലത് എന്താണ്, യോക്ക്. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നുകം എന്നാണ്. നുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, രണ്ട് കാളകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുകളിൽ വയ്ക്കുന്നൊരു മരത്തിൻ്റെ തടിയും ഒരു കെട്ടുമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരേ ഋതം, ഒരേ ദിശയിലേക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. പക്ഷെ ഞാൻ അവിടെ ഒരു ക്യാൻസൽ ചെയ്യാൻ പോകണം. അത് ഞാൻ തള്ളിക്കളയാണ് ആ വിഷയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെറുപ്പം തൊട്ട് ഇത്രയും കാലം വളർന്നു വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മുടെ വീട്ടുകാരുടെ പ്രതീക്ഷകൾ, നമ്മളെ ആഗ്രഹങ്ങൾ, വീട്ടുകാരുടെ ആഗ്രഹങ്ങൾ, നാട്ടുകാരുടെ എല്ലാവരും കുറേ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മളെ തോളത്തൊരു നുകം വെച്ചങ്ങ് തരും, ഒരു ഭാരത്തിൻ്റെ. നമ്മളത് വെച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്യണം. നമ്മളിവിടെ അങ്ങനെയാണ് ഇവിടെ യോഗയെ കാണുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. അതിലുപരി ഇത് ശരീരത്തിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം, മനസ്സ്, നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡി ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് റിലീസാവുന്നുണ്ട് ഒരുപാട്. ശ്വാസം ഒന്ന് ദീർഘശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം വരുന്നുണ്ട്. അതൊക്കെ സിമ്പിളായിട്ടുള്ള ഈ യോഗയെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയേണ്ടാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക, ഒന്നും ചെയ്യാതെ കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്ന സംവിധാനം കൂടുതലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശരീരം ഇളകാതെ വരുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്, നമ്മളെ നാഡീ വ്യവസ്ഥയിലെ ഒരു ഒരു ആക്സിലേറ്ററും ബ്രേക്കും പോലെയാണ്. ഇതിങ്ങനെ കൃത്യമായി പോയിക്കൊണ്ടിരിക്കണം. ആക്സിലേറ്റർ കൂടുതൽ ചവിട്ടിക്കൊണ്ടാണ് സംഭവിക്കുക, വണ്ടി നിൽക്കുന്നില്ല. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററാണ്, അത് വേണം. പക്ഷേ ഇതും വേണം. വ്യായാമമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അതിലുപരി ശ്വാസം. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ഇങ്ങനെ കൺജസ്റ്റഡായിട്ട് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ സ്ക്യൂസായി പോകും. ശ്വാസകോശം സ്ക്യൂസായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ നിവർന്നിരുന്ന് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഇതാകെ മാറുന്നതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും മിനിമം നമുക്ക് പറയാനുള്ളത്, അതിന് ബേസിക്കലി പറഞ്ഞാൽ ആ സൂത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറഞ്ഞൊരു ലെവലിലേക്ക് പോവേണ്ട ഒരു വിഷയമാണ്. പിന്നെ പറഞ്ഞ പോലെ മാറ്റം. ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ആശ്വാസം, ഒരു സുഖം തോന്നും, ഒരു ആശ്വാസം തോന്നും. പതിയെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ചാണ് ശരിക്കും യോഗയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു വേറെയുള്ള വ്യായാമമുറ പോലെ നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്ര മസിലാക്കാം അല്ലെങ്കിൽ ഇത്ര ബ്യൂട്ടി ഉണ്ടാക്കാം, അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഗ്രാജുവൽ ഗ്രോ ആൻഡ് സ്റ്റഡിയാണത്.